റാപ്പർ വേടൻ്റെ കഴുത്തിൽ കിടന്ന പുലി നഖം അത് പുലിപ്പല്ലാണെന്ന് തെളിഞ്ഞു. സാധാരണ എല്ലാവരും ഇത് പല സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിക്കും. അത് നമ്മുടെ കഴുത്തിലെ മാലയുടെ കൂടെ ചേർത്തിടും. പുലിനഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമായിട്ട് എല്ലാവർക്കും തോന്നും. പക്ഷേ ഈ പുലിനഖം ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ചപ്പം അത് പുലിപ്പല്ലാണെന്ന് തെളിഞ്ഞു. അപ്പോൾ ഒരു പുലിപ്പല്ല് വരണമെന്നുണ്ടെങ്കിൽ പുലി ഏതായാലും ചത്തിരിക്കുന്നു. ഒരു പുലിയെ കൊന്ന ശേഷം മാത്രമേ പുലി പല്ലെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റാപ്പർ വേടനെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. പക്ഷേ കൽക്കട്ടയിലെ സുവോളജിക്കൽ ലാബിൽ ഈ പുലി നഖമെന്ന് പറഞ്ഞ സാധനം അയച്ചു കൊടുത്തു. അവിടെ പരിശോധിച്ചിട്ട് അവരിപ്പോൾ റിപ്പോർട്ട് കൊടുത്തു, ഇത് പുലി നഖമല്ല, പുലിപ്പല്ല് തന്നെ, ഒറിജിനൽ പുലിപ്പല്ല്. അതോടുകൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കേസിൻ്റെ കുറ്റച്ചാർജ് റാപ്പർ വേടനെതിരായി ഇപ്പോൾ കൊടുക്കുകയാണ്. ഈ സംഭവത്തെപ്പറ്റി അദ്ദേഹത്തിനോട് പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ചോദിച്ചപ്പോൾ വേടൻ പറഞ്ഞത് തനിക്ക് കുമ്പിടി എന്നൊരാൾ ചെന്നൈയിൽ വെച്ച് തന്നതാണ്. ചെന്നൈയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു റാപ്പർ വേടൻ്റെ ഒരു പ്രോഗ്രാം സമയത്ത് വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. സന്തോഷം കൊണ്ട ഒരാൾ തനിക്ക് തന്നതാണ് എന്ന് പറയുന്നു. അയാൾ ശ്രീലങ്കക്കാരനാണ് എന്നും അന്ന് വാർത്തയുണ്ടായിരുന്നു. ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് അതിന് ബദലായി പറഞ്ഞത്. അത് ഇന്ത്യൻ പുലിയുടെ അല്ല, അത് വേറൊരു രാജ്യത്തുനിന്ന് കൊണ്ടുവന്ന സാധനമാണ്. അത് നിയമപരമായി ഇന്ത്യയിൽ അത് തെളിയിച്ചാൽ അത് നിലനിൽക്കുമോ എന്നുള്ള കാര്യം വേറെ. പക്ഷേ വിദേശത്ത് ഒരു പുലിയെ കൊന്ന് നഖമെടുക്കുകയോ പല്ലെടുക്കുകയോ ചെയ്താൽ അത് ഇന്ത്യയിലൊരു ഓഫൻസ് അല്ല. പക്ഷേ ഇവിടെ ഇപ്പം കാണുന്നത് ഈ അദ്ദേഹത്തിന് അത് വിദേശത്തു നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് തെളിയിക്കാൻ പറ്റില്ല. റാപ്പർ വേടൻ പറഞ്ഞത് അവിടെ ഒരു മീറ്റിംഗ് സമയത്ത് മദ്രാസിൽ നിന്ന് ലഭിച്ചതാണ്. ഏതായാലും അദ്ദേഹം ഇപ്പം വിദേശത്തൊക്കെ പല സ്ഥലത്തും റാപ്പർ വേടൻ്റെ പ്രോഗ്രാം ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെ സ്നേഹിച്ച പല സ്ത്രീകളും ഉണ്ട്. പക്ഷേ അതിലൊരു എഴുത്തുകാരി നവോമി ലത എന്ന സ്ത്രീ ഈ അടുത്ത കാലത്ത് റാപ്പർ വേടനെ കല്യാണം കഴിച്ചു. അത് വലിയ വാർത്തയായിരുന്നു. വേടനെ ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കി ഇപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കൊണ്ട് കുറ്റച്ചാർജ് കൊടുക്കുമെന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത്. ഇത് പുലിനഖം അല്ലെങ്കിൽ പുലിപ്പല്ല്, ഈ പുലിപ്പല്ല് കൈവശം വെച്ചതിന് 3 വർഷത്തെ തടവ് വരെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് അത് കൃത്യമായി അവർ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് തെളിഞ്ഞാൽ 3 വർഷം വരെ തടവ്. പക്ഷേ അത് വിദേശത്തു നിന്ന് കൊണ്ടുവന്നതാണ്, അത് ഇന്ത്യൻ പുലിയുടെ അല്ല ഈ പല്ല്, അത് സിലോണിലുള്ളതാണ് എന്ന് പ്രൂവ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും റെക്കോർഡുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇത് കോടതിയിൽ പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയാണ്. 3 വർഷം വരെ തടവ് റാപ്പർ വേടന് ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.